ഹായ് ഫ്രണ്ട്സ്, ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം തുടങ്ങിയിട്ട് 10 ദിവസമായി. ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആരും വിജയിച്ചിട്ടില്ല. രണ്ട് രാജ്യത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഗൾഫിലെ മിക്ക രാജ്യങ്ങൾക്കും ഈ യുദ്ധത്തിൻ്റെ ഗതികേട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ലോകം ഒന്നായിട്ട് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ഗ്യാസിനൊക്കെ കിട്ടാനില്ല. അതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ചെയ്ത തന്ത്രം അത് തന്നെയാണ്. അതായത് ഒരു യുദ്ധം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു രാജ്യത്തും കൂടി കുറേ ബിൽഡിംഗ് തകർക്കുക, അവിടുത്തെ നിരപരാധികളെ കൊല്ലുക ഒന്നല്ല. അതൊക്കെ നടക്കും. പക്ഷേ സമയം അതിനെക്കാട്ടിക്ക് മുന്നേ വേണ്ടത് പൊളിറ്റിക്കൽ ഐഡിയോളജി വേണം. അത് ഇറാൻ്റെ ഭാഗത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഓല അതാണ് നീക്കിയത്. ഇപ്പം എന്താ ലോകം ഒന്നായിട്ട് യുദ്ധത്തിന് കെടുതി അനുഭവിക്കുന്നതാണ്. അവിടെ അവസാനിക്കുന്നില്ലല്ലോ. എന്നാലും ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി ട്രംപിന് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ ഇന്ന് പറഞ്ഞ് വേറെ നാളെ മാറ്റി പറയും, നാളെ പറഞ്ഞ് വേറെ മറ്റന്നാൾ വേറെ മാറ്റി പറയും. ഇപ്പം പലവട്ടം മാറ്റി പറഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് എൻ്റെ അഭിപ്രായമല്ല, അയാൾ പറഞ്ഞതിനെ മാറ്റി പറഞ്ഞ സംഗതി അയാളിൻ്റെ എത്രോട്ട് പറഞ്ഞതാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജി വേണം. അത് ട്രംപിൻ്റെ ഇതിനുള്ളിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അമേരിക്കയിൽ തന്നെ അയാൾക്കെതിരെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ നെതിന്യാവിന് പിന്നെ പൊളിറ്റിക്കലും ഇല്ല, ഐഡിയോളജിയും ഇല്ല, ഒരു മണ്ണം കെട്ടിയില്ല. അയാൾക്ക് കുറേ ആൾക്കാരോട് കൊല്ലണം, കുറേ കുട്ടികളെ കൊല്ലണം എന്നല്ലാതെ വേറൊരു പ്രശ്നം അയാൾക്കില്ല. അയാൾ വിടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ യുദ്ധം അതേമാതിരി ഈ യുദ്ധം നമ്മുടെ അടുക്കള വരെ ബാധിച്ചിട്ടുണ്ട്. ഗ്യാസിന് വില കൂടി, ഗ്യാസ് കിട്ടാനും ലഭിക്കാൻ കഴിയില്ല. പിന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചത് കൊണ്ട് ഇറാൻ അതാ തന്ത്രം കാട്ടി ലോകത്തെ മൊത്തം ഈ യുദ്ധത്തിലേക്ക് വലിച്ചയക്കുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട്. എല്ലാവരും ഇതുകൊണ്ട് സ്വീപ്പാകുന്നുണ്ട്. അല്ലാതെ എവിടെയോ കിടക്കുന്നൊരു യുദ്ധം അല്ലത്. അങ്ങനത്തെ യുദ്ധം കണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ ബാധിക്കില്ല. ഇത് മൊത്തത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എനിക്ക് പറയാനുള്ളത്, യുദ്ധം ഇന്നിപ്പം ട്രംപ് പറഞ്ഞ യുദ്ധം അവസാനിക്കും, ഇറാൻ്റെ എല്ലാ സംഗതി നമ്മൾ നശിപ്പിച്ചെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞ എന്താ, യുദ്ധം അവസാനിപ്പിക്കണം വിചാരിക്കുന്നത് നമ്മളാ തീരുമാനിക്കുന്നത്. ഇറാനും പറയുന്നുണ്ട് പെട്ടെന്നുകൂടെ ഇതാക്കാന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷേ അവിടെ ഒന്നും കിട്ടില്ല. പിന്നെ കുടുങ്ങി എന്നപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. യുദ്ധം തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് കുടുങ്ങി ഒരു ഹോട്ടലിൻ്റെ കഥ പറഞ്ഞിരുന്നു. അതേമാതിരി അപ്പം സംഗതി. അപ്പം പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടെങ്കിൽ യുദ്ധം വിജയിക്കുള്ളൂ. അല്ല നിരപരാധികൾ കൊന്നതുകൊണ്ട്, കുറേ ബിൽഡിംഗ് തകർത്തുകൊണ്ട്, കുറേ മിസൈലുകൾ കൊണ്ടിട്ടുകൊണ്ട്, ബോംബിട്ടുകൊണ്ടൊന്നല്ല. അതുണ്ടാവും, പക്ഷേ അതിന് മുന്നേ വേണ്ടിയതാണ്. അത് ഇറാൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അമേരിക്ക അതില്ല. താനും ഈ കമൻറ്റൊക്കെ വന്നോളൂ. ഏതൊക്കെ കമൻറ്റ് വരിക എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനിയും ഇതേമാതിരി വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്.